നമസ്കാരം. 22-ാം തീയതി നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് ഇനി 10 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുപാട് ചടങ്ങുകൾ, ആചാരപരമായ ഒരുപാട് ചടങ്ങുകൾ ഈ ഒരു പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പ്രാണപ്രതിഷ്ഠ എന്നത് വളരെ ആചാരപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ഉപവാസത്തിലാണ്, അദ്ദേഹം ഇപ്പോൾ വ്രതത്തിലാണ്. അദ്ദേഹം ജലപാനം മാത്രമാണ് നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാത്രിയിൽ പഴങ്ങളാണ് ഭക്ഷിക്കുന്നത്. ഇത്രയും കഠിനമായൊരു വ്രതം പ്രധാനമന്ത്രി എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് വികാരാധീനായി അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു പുണ്യകർമ്മം ചെയ്യാൻ അവസരം ഉണ്ടായത് ഭാഗ്യമാണ്. എല്ലാ രാജ്യവാസികളും എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ അനുഗ്രഹം തേടിക്കൊണ്ടാണ് പ്രധാനമന്ത്രി വ്രതാരംഭത്തിൻ്റെ വാർത്തകളും മറ്റും പുറത്ത് വിട്ടത്. ജനുവരി 22-ന് രാജ്യം ഉറ്റുനോക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. അതിലേക്കായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചടങ്ങുകളുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് ആളുകൾ വസ്തുക്കളുമായി എത്തുന്നുണ്ട്. ഭഗവാൻ ശ്രീരാമനുള്ള സ്വർണ്ണ പാതകം, വലിയ 25 ലക്ഷം രൂപയുടെ വലിയ മണി, കിലോ കണക്കിന് 2400 കിലോ തൂക്കമുള്ള മണി, അതുപോലെ 2 മുസ്ലിം വനിതകൾ ഈ രാമദീപവുമായി പോകുന്നുണ്ട്. അങ്ങനെ ഈ ചടങ്ങിനായി വിദേശത്ത് നിന്നുപോലും നിരവധി വസ്തുക്കൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അന്ന് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ നേപ്പാളിലെ 16 പുണ്യ നദികളിൽ നിന്നുള്ള ജലം കൊണ്ടാണ് അഭിഷേകം നടത്തുന്നത്. ജോധ്പൂരിലെ കാമധേനു പശുവിൻ്റെ നെയ്യാണ് പ്രധാനമന്ത്രിയുടെ ആരതിക്കായിട്ട് അന്ന് ഉപയോഗിക്കുന്നത്. ഇതിനായി 630 കിലോ നെയ്യാണ് ജോധ്പൂരിൽ നിന്ന് കൊണ്ടുവന്നത്. പ്രത്യേകം ഉള്ള ഒരു ഇനം പശുവിൽ നിന്നാണ് ഈ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 630 കിലോ. അത് പ്രത്യേക ആരതിക്കായി, അതിന് ആ വിളക്ക് തെളിയിക്കുന്നതിനായി, ആരതി ദീപം തെളിയിക്കുന്നതിനായി ഉപയോഗിക്കും. അതുപോലെ വിദേശത്തു നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രാണപ്രതിഷ്ഠയ്ക്കായി സാധനങ്ങൾ ഇപ്പോൾ അയോധ്യയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്കായി നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ പ്രത്യേകമായി ശുദ്ധി ചെയ്ത് ആയിരിക്കും ക്ഷേത്രത്തിലേക്ക് അത് എടുക്കുക. കാരണം വഴിയിലൊക്കെ തന്നെ കൊണ്ടുവന്ന ആളുകളൊക്കെ തൊടുകയും മറ്റും ചെയ്ത് അത് അശുദ്ധമാകാതിരിക്കാൻ പ്രത്യേക പുണ്യ ജലം തളിച്ചുകൊണ്ടാണ് ഈ വസ്തുക്കൾ പൂജയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമായി എടുക്കുക. അതുപോലെ സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ കർസേവപുരത്തെ യജ്ഞശാലയിലാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത്. അഭിഷേകത്തിനുള്ള നേപ്പാളിലെ പുണ്യ നദികളിലെ ജലം 109 ചെമ്പ് കുടങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ജയ് ശ്രീറാം എന്ന ആലേഖനം ചെയ്ത 620 കിലോ ഭാരമുള്ള മണി തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഉത്തർപ്രദേശിലെ ഇറ്റായിൽ നിന്ന് 2400 കിലോഗ്രാം ഭാരമുള്ള കൂറ്റൻ മണിയാണ് എത്തിച്ചത്. അഷ്ടധാതുക്കൾ, 8 ലോഹങ്ങൾ കൊണ്ടാണ് ഈ മണി നിർമ്മിച്ചിരിക്കുന്നത്. 30 തൊഴിലാളികൾ ചേർന്ന് സ്വർണം, വെള്ളി, ചെമ്പ്, സിങ്ക്, ലെഡ്, ടിൻ, ഇരുമ്പ്, മെർക്കുറി അടക്കമുള്ള 8 ലോഹങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ മണികളിൽ ഒന്നാണ് ഇത് എന്ന പ്രത്യേകതയുണ്ട്. അതുപോലെ വാൽമീകി മഹർഷിക്ക് ജ്ഞാനം സിദ്ധിച്ച അസമിൽ നിന്ന് തീർത്ഥ ജലവും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പൂജയ്ക്കും മറ്റ് ചടങ്ങുകൾക്കുമായുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ യജ്ഞശാലയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതൊക്കെ തന്നെ അന്ന് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അതൊക്കെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കും. മാത്രമല്ല പൂജയ്ക്കുള്ള കാര്യങ്ങൾ അത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഇത്തരം ജലവും നെയ്യും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വലിയ ഒരു സംഭവം, ആചാരപരമായി ഹൈന്ദവ ആചാരപ്രകാരമുള്ള പൂജാതി കാര്യങ്ങൾ, അതായത് 4 വേദങ്ങളും ചേർന്നുള്ള പൂജാവിധിയാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നിർവഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ 1 അല്ലെങ്കിൽ 2 വേദങ്ങളിൽ, ഋഗ്വേദവും യജുർവേദവും പ്രകാരമുള്ള പൂജാവിധികളാണ് ഇവിടെ ക്ഷേത്രങ്ങളിലും മറ്റും ആചരിച്ചു പോരുന്നത്. പക്ഷേ ഇവിടെ ചതുർവേദം, യജുസ്, അതുപോലെ തന്നെ ഋഗ്, സാമം, അഥർവം, ഈ 4 വേദങ്ങളിൽ പെട്ട ചടങ്ങുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏക മുഖ്യമന്ത്രി. അദ്ദേഹവും ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അദ്ദേഹം ഇതൊക്കെ ഏകോപിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അതിനുവേണ്ടി പ്രത്യേകമായി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇത്തരം അവിടുത്തെ പുണ്യ പ്രവർത്തികളൊക്കെ തന്നെ ഇപ്പോൾ തുടരുന്നത്. 22 പ്രാണപ്രതിഷ്ഠ നടക്കുന്ന മുഹൂർത്തത്തിൽ ഇതെല്ലാം തന്നെ കൃത്യമായി ഏകോപിപ്പിച്ച് അതിൽ ഉപയോഗിക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്.